പോലീസ് മർദ്ദനത്തിന്റെയും കൈക്കൂലി വാങ്ങുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തുവന്നതിൽ പ്രതിരോധത്തിലായി ആഭ്യന്തര വകുപ്പ്. തൃശൂരിലെ പീച്ചി, കുന്നംകുളം, കോഴിക്കോട്ടെ കുറ്റിക്കാട്ടൂർ എന്നീ പോലീസ് സ്റ്റേഷനുകളാണ് ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ പ്രതിക്കൂട്ടിലായത്. UDF ഭരണകാലത്ത് പത്തനംതിട്ടയിലെ കോന്നി CI ആയിരുന്ന നിലവിലെ ആലപ്പുഴ ഡിവൈഎസ്പി മധു ബാബുവിനെതിരെ പരാതിയുമായി മുൻ SFI നേതാവും രംഗത്ത് വന്നു. കാക്കിയിട്ട കാപാലികതയാണ് പലയിടത്തു നിന്നും പുറത്തുവരുന്ന ദൃശ്യങ്ങൾ തെളിയിക്കുന്നത്. 2023 മെയ് 24-ന് പീച്ചിയിലെ ഹോട്ടലിൽ നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട് ഉടമയുടെ മകനെയും മാനേജരെയും SI രതീഷിന്റെ നേതൃത്വത്തിൽ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. പിന്നാലെ ഹോട്ടൽ മാനേജർ ഔസേപ്പിനെ വിളിച്ചു വരുത്തി 5 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്ന ദൃശ്യങ്ങളും പുറത്തായി. പണം പോലീസ് വാങ്ങിയെന്ന് ഔസേപ്പ് ആവർത്തിക്കുന്നു. ഈ പരാതിക്കാരനായ ദിനേഷുമായിട്ട് സെറ്റിൽ ചെയ്യാനാണ് പറയുന്നത്. അവന് എന്താണോ കൊടുക്കേണ്ടത് കൊടുത്ത് സെറ്റിൽ ചെയ്യുക. ഈ പ്രശ്നം തീർക്കണമെങ്കിൽ 5 ലക്ഷം രൂപ തരണം. അപ്പോൾ 3 ലക്ഷം രൂപ SHO എടുക്കും, 2 ലക്ഷം രൂപ ഈ ദിനേഷ് എടുക്കും. കുന്നംകുളത്തെ മർദ്ദനത്തിന് നേതൃത്വം നൽകിയ പോലീസുകാരെ പുറത്താക്കണമെന്ന് പരാതിക്കാരൻ സുജിത്ത് ആവശ്യപ്പെട്ടു. ഇവരെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പിരിച്ചുവിടണം എന്ന് തന്നെയാണ് നമ്മുടെ ആവശ്യം ഉണ്ടായിരുന്നത്. ഈ സർവീസിൽ തുടരാൻ ഒരിക്കലും അർഹരല്ല ഈ ഗുണ്ടാ പോലീസ്. ഈ 4 പേരുൾപ്പെടെ ഒരു ഡ്രൈവറായിരുന്ന ഷുഹൈർ വരെ വലിയ കുറ്റക്കാരനാണ്. ആലപ്പുഴ ഡിവൈഎസ്പി മധു ബാബുവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പത്തനംതിട്ടയിലെ മുൻ SFI നേതാവ് ജയകൃഷ്ണൻ തണ്ണിത്തോട്. 2012-ൽ മധു ബാബു നടത്തിയ ക്രൂരമർദ്ദനത്തെക്കുറിച്ച് ജയകൃഷ്ണൻ വിവരിച്ചു. ഇത്തരം സംഭവങ്ങളിൽ പോലീസിന് തന്നെ അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. അതേസമയം നമ്മൾ തിരിച്ചു പോലീസിനെതിരെ ഇങ്ങനൊരു സംഭവമാണ് ചെയ്യുന്നതെങ്കിൽ 100 വട്ടം നമ്മളെ പോലീസ് റിമാൻഡ് ചെയ്യും, നമുക്കെതിരെ കേസെടുക്കും. പീച്ചി പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തി. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കുന്നംകുളം പോലീസിന്റെ മർദ്ദനത്തിനിരയായ സുജിത്തിനെ ഇന്ന് സന്ദർശിക്കും. പോലീസിനെതിരെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും KPCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫും വിമർശനവുമായി രംഗത്തെത്തി. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.